ഞങ്ങൾ ഇന്നും ലൂക്കായം കൊണ്ട് തോട്ടി വരുവാണേ. പക്ഷെ നമുക്ക് നടന്നു വരാനുള്ള ദൂരമല്ല, വണ്ടിയെ വരണം. പക്ഷേ ഇവന് ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലിരിക്കുമ്പോൾ. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തായാലും അങ്ങ് ഇറങ്ങുന്നതാണ്. ഞങ്ങളിവിടെ വന്നാൽ കുളിക്കാറില്ല, അലക്കാൻ വരും. പക്ഷേ ഇന്ന് മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം ഇച്ചിരി വെള്ളമായിട്ടുണ്ട് തോട്ടിൽ. കണ്ട തോടിൻ്റെ ഭംഗിയുണ്ട്, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഈ വീഡിയോ ഞാൻ നമ്മുടെ UK-യിലും അമേരിക്കയിലും ഒക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. കാരണം വെച്ചാൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഇതൊക്കെ കാണുമ്പം. നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും വലിയ ഇഷ്ടമല്ല ഇതൊന്നും കാണുമ്പം. കാരണം വെച്ചാൽ ഇങ്ങനെ പുഴയിലൊന്നും വന്ന് കുളിക്കുന്ന ഒഴുക്കുന്നൊക്കെ അവർക്കൊക്കെ ഇത് കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളമുണ്ട്. ലൂക്കാസിന് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പേടിയാണ്. നമ്മൾ ഈ കടവിലോട്ട് വന്നിട്ടില്ല, കണ്ടോ മുങ്ങി താഴുമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇപ്പം വെയിറ്റ് ആയിട്ടുണ്ട് ലൂക്കാസിന്. അപ്പോൾ ലൂക്കാസിന് കുഞ്ഞിലേ തൊട്ടേ കുളിച്ച് നടന്ന കടവാണ്. എങ്കിലും അവന് ഇത് തിരിച്ച് കയറുന്നു, പേടിയായിപ്പോയി കേട്ടോ. തിരിച്ച് കയറി വരുന്നുണ്ട് അവന്. അപ്പം താഴത്തെ കടവിലോട്ട് കുളിക്കാൻ നോക്കി ഒത്തിരിയും ആൾക്കാരുണ്ട്. ഈ വെള്ളമൊക്കെ കാണാനും കുളിക്കാനും നനയ്ക്കാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇവനെ ഇട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കളിക്കും. ചിലർക്കത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ ഇവിടെ ഞങ്ങൾ വന്നിട്ടില്ല, ഇവിടോട്ട് കയറി വന്നു. ഇവിടെ വന്നപ്പം ഭയങ്കര സുന്ദരമായ സ്ഥലം കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാല് പൊള്ളിയിട്ട് നിൽക്കത്തില്ല, അത്രയ്ക്ക് ചൂടാണേ. ഇന്ന് മോനും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞാൽ ലൂക്കായെ അങ്ങോട്ട് വിടില്ലെന്ന് പറഞ്ഞു. അവൻ പറയുന്നത് അവൻ ചാടിക്കോട്ടെ, അവൻ്റെ വെയിറ്റ് കുറയട്ടെ, അവൻ നീന്തട്ടെന്നൊക്കെ അവൻ പറയുന്നത്. പക്ഷെ എനിക്കെന്നാലും ഒരു പേടി. ഞാൻ വെള്ളത്തിൽ താന്നു പോയാലും ലൂക്ക എന്നെ പിടിച്ച് കയറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം വെച്ചാൽ അവൻ അതുപോലെ നീന്താൻ അറിയാം. കുഞ്ഞിലേ തൊട്ടേ നമ്മൾ കൊണ്ടുവന്ന് നീന്തിപ്പിക്കുന്നതല്ലേ. എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു ശക്കലം വെള്ളത്തിലോട്ട് ഇരുന്ന് പോയാൽ ഞാൻ താന്നു പോകും. എനിക്കത്ര പേടിയാണ്. കണ്ടോ ഇവിടെ നല്ല കുഴിയുണ്ടേ. ഈ കല്ലിടുക്കിലൊക്കെ മീനൊക്കെ ഉണ്ട്. തപ്പി നടന്ന് മീനെയൊക്കെ പിടിക്കും ചില സമയത്ത് ഇവന്. കണ്ടോ ഇരുണ്ട് മൂടി കിടക്കുന്ന വെള്ളമാണ്. കണ്ടോ ഒഴുക്ക്, നന്നായിട്ട് ഒഴുക്കുണ്ട് ഇപ്പോൾ കേട്ടോ. നീ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഇതാണ്. പക്ഷേ ലൂക്കായും കൊണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ലൂക്കായുടെ വീഡിയോ എടുത്തിങ്ങനെ നടക്കും. അവിടെ പോയിട്ട് മീനെ ഏതാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. കണ്ടോ അതാ പിടിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. എന്താണോ ഏതാണ്ട് വിഴുങ്ങി അവന്, കളഞ്ഞ് കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അങ്ങ് പ്രാന്ത ചാടി നടക്കും. കാല് പൊള്ളുമ്പോൾ ഓടി വന്ന് വെള്ളത്തിൽ ചാടും. എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. എൻ്റെ കാല് പൊള്ളിന് അവൻ ചെരുപ്പെടുത്തോണ്ട് തന്നെനിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലൂക്കായെ അവന് ശകലം ഒന്ന് ചാടിയേച്ചിങ്ങ് ഇറങ്ങിപ്പോന്നു. എനിക്ക് പേടിയാണ്. ഇവിടെ ഇറങ്ങണ്ടാന്ന് പറഞ്ഞിട്ട് അവന് വെള്ളത്തിൽ ഇറങ്ങിയത്. അവിടെ ഒരു കല്ല് കിടപ്പുണ്ട്, അത്രയും ആഴത്ത് ഉള്ളു അവിടെ. അപ്പോൾ അവനങ്ങനെ നീന്തി തുടിച്ച് ഉല്ലസിക്കുന്ന കണ്ട ലൂക്കാച്ചനെ. ഒത്തിരി ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാടും പുഴയും അതൊന്നും ഇല്ലാത്ത ആൾക്കാർ. ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ബിന്ദുക്കണ്ണനെന്നും എപ്പോഴും പറയും ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കാണുന്നതെന്ന്. മഞ്ജു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും ഈ പുഴയൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ എവിടെ ഇറങ്ങിയാലും എന്തെങ്കിലും ഒരു സാധനം വലിച്ചുകൊണ്ട് എനിക്ക് കൊണ്ടുവരും. അത് അവൻ്റെ ഒരു നേച്ചർ. എന്താണെന്ന് അറിയത്തില്ല. എവിടെ പോയാലും എന്തെങ്കിലും ഒരു സാധനം അവൻ്റെ വായി കാണും. അപ്പോൾ കണ്ടില്ല ഒരു കമ്പും വലിച്ചുകൊണ്ട് വന്നേക്കുന്നുണ്ട്. ഈ മുളങ്കമ്പ് അവിടെ ഒടിഞ്ഞ് വീഴുന്നുണ്ട്, അതും പെറുക്കിക്കൊണ്ടായി ഓടി വരുന്നത്. അപ്പം മോനെ പിന്നെയും ഇട്ട് കൊടുക്കുക നീന്തട്ടെന്നും പറഞ്ഞ്. അവന് പേടിയാണ് ലൂക്കാച്ചിന്. എനിക്ക് പേടിയാണ് സത്യം. ഞാൻ നീന്തുന്നത് കണ്ടോ, അവൻ്റെ നീന്തൽ കണ്ടോ. നീന്തൽ കാണാൻ തന്നെ രസമല്ലേ. അവന് ഭയങ്കര ഇഷ്ടമാണ് നീന്തുന്നത് ലൂക്കായിയെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ പുഴയും നാടും ഒക്കെ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. നമ്മുടെ ലൂക്കാച്ചിൻ്റെ കുളിയും അവൻ്റെ ആ ഒരു സന്തോഷവും അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഴ്ചയിൽ 2-3 വട്ടം ഇവിടെ വരാറുണ്ട്. ഇപ്പം നന്നായിട്ട് വെള്ളമുണ്ട്. മിനിഞ്ഞാന്ന് 3-4 പ്രാവശ്യം മഴ പെയ്തു, അപ്പോൾ തൊട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ലൂക്കാച്ചിൻ്റെ ലൂക്കാച്ചിൻ്റെ മുങ്ങി താഴുവാന്ന് തോന്നുന്നുണ്ടോ. വെയിറ്റാണ് ഭയങ്കര ലൂക്കാച്ചിന്. അവൻ പിന്നെയും കമ്പിട്ട് കൊടുക്കുക. കഴിഞ്ഞ ദിവസം ബൈക്കിൽ നിന്ന് വീണാണ്. അവൻ്റെ കൈയും കാലുമൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ. കോളേജിൽ ഇന്ന് പരീക്ഷയായിരുന്നു, അപ്പോഴാണ് ഈ സംഭവം നടന്നത്. കൈയും കാലും കുറച്ച് മുറിഞ്ഞിട്ടുള്ളൂ, പൊട്ടൽ കൂടിയൊന്നുമില്ല. അപ്പോൾ ലൂക്കാച്ചിന് ഇങ്ങനെ ചൂടെടുത്ത് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കൊന്ന് കൊണ്ടുപോകാം ലൂക്കാച്ചിനെ, ഒന്ന് വെള്ളത്തിൽ കൊണ്ടുപോകാം. അപ്പോൾ അവൻ പറഞ്ഞു എന്താ ബാന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ വന്നതാണ്. കണ്ടോ ലൂക്കാച്ചിന് എന്താ ഒരു സാധനം കിട്ടിയാലും ഉടനെ വലിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരും. ഇതാണ് പതിവ്.